ഒരു സമയത്ത് തെന്നിന്ത്യയിൽ സജീവമായിരുന്ന നായിക നടിയായിരുന്നു ജ്യോതിർമയി. വിവാഹശേഷം അഭിനയത്തിൽ നിന്ന് ഇടവേളയെടുത്ത താരം ഏതാണ്ട് 10 വർഷത്തിനു ശേഷം അമൽ നീരദ് ചിത്രം ബോഗൻവില്ലയോടാണ് സിനിമയിലേക്ക് തിരിച്ചെത്തിയത്. ഇപ്പോഴിതാ തന്റെ സിനിമാ അനുഭവങ്ങളും കോളേജ് കാലത്തെ ഓർമ്മകളും പങ്കുവച്ച് നടിയുടെ പഴകിയ അഭിമുഖം വീണ്ടും വൈറലാകുകയാണ്. സിനിമയ്ക്ക് വേണ്ടി റേസിംഗ് ബൈക്ക് ഓടിക്കാൻ പഠിച്ച സംഭവം നടി വെളിപ്പെടുത്തിയിട്ടുണ്ട്. മലയാളി ആർട്ടിസ്റ്റുകൾ പുറത്തുപോയി ചെയ്യുമ്പോൾ അവർക്കൊക്കെ നമ്മളെ എന്തൊരു ഇഷ്ടമാണെന്നോ. മലയാളി ഈസ് നോ പ്രോബ്ലം എന്നാണ് അവർ പറയുന്നത്. ആക്ടിംഗ് ആണെങ്കിലും എന്താണെങ്കിലും അവർക്ക് ട്രാൻസിങ് ഇല്ലെന്നാണ് പറയുന്നത്. അവർക്ക് നമ്മളെപ്പറ്റി ഭയങ്കര നല്ല അഭിപ്രായമാണ്. നിങ്ങളുടെ സിനിമ കണ്ടിട്ടാണ് സിനിമയിലേക്ക് വരുന്നത്. മലയാള സിനിമ ഇൻസ്പിറേഷൻ എന്നൊക്കെ പറഞ്ഞ് താരം പറഞ്ഞു തുടങ്ങി. ഞാൻ സ്ത്രീ സംവിധായകരൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ എപ്പോഴും പറയും, പുരുഷ സംവിധായകർക്കൊപ്പം വർക്ക് ചെയ്യുമ്പോഴാണ് ഒരു സ്ത്രീക്ക് ഏറ്റവും കംഫർട്ടബിൾ എന്ന്. കാരണം അവർക്ക് എപ്പോൾ നമ്മളെക്കുറിച്ച് കൺസെഷൻ ഉണ്ടാകും. സ്ത്രീ സംവിധായകർക്കൊപ്പം പ്രവർത്തിക്കുമ്പോൾ അതൊന്നും ഉണ്ടായില്ല. കാരണം സ്ത്രീ ആയതുകൊണ്ട് മറ്റൊരു സ്ത്രീയെ നന്നായി മനസ്സിലാക്കുമല്ലോ. എന്ത് സംഭവിച്ചാലും കയറി വരുമെന്ന് അവർക്കറിയാം. പഠനകാലത്തെ ഓർമ്മ പങ്കിട്ട് പറഞ്ഞ താരം പഠനമെല്ലാം കേരളത്തിൽ തന്നെയായിരുന്നു. പക്ഷേ വായനാശീലം ഉണ്ടായിരുന്നു. പഠിക്കാനുള്ള പുസ്തകങ്ങൾ എങ്കിലും വായിച്ചാൽ നന്നായെന്ന് പറയും അത്രമാത്രം. പരീക്ഷ തലേന്ന് ഞാൻ പഠിക്കാറുള്ളത് അച്ഛനൊക്കെ ഞെട്ടിയിട്ടുണ്ട്. തലേന്നിരുന്ന് എല്ലാം കൂടി പഠിക്കുന്നത് കണ്ടിട്ട്. സ്കൂളിൽ പോകുന്നത് തന്നെ എനിക്കിഷ്ടമായിരുന്നില്ല. പരീക്ഷ എന്തിനാന്ന് ചോദിച്ച ആളാണ് ഞാൻ. ആനുവൽ ഡേ, പിക്നിക് ഡേ ഒക്കെയായിരുന്നു എൻ്റെ പ്രിയപ്പെട്ട ദിനങ്ങൾ. സ്കൂളിൽ നിന്ന് ടൂർ പോകുന്നതിന് തലേദിവസം എനിക്ക് ഉറക്കമേ വരില്ല. പിന്നെ വീട്ടിൽ നിന്ന് ഒരുതരം പ്രഷർ തരുന്നില്ലേ, അതൊക്കെ ചെയ്യാവൂ, ഇതേ ചെയ്യാവൂ എന്നൊക്കെ മാതാപിതാക്കൾ പറഞ്ഞിട്ടില്ല. ഞാൻ ഒറ്റമോളാണ്. ഞാൻ മാത്രമാണ് എംബിബിഎസും എഞ്ചിനീയറിംഗും എൻട്രൻസ് എഴുതി ഒരേയൊരു വ്യക്തി. അന്ന് എനിക്ക് എന്തിനോടും താല്പര്യമില്ലായിരുന്നു.